പിന്നെന്തോ അവന്റെ എന്താ സ്കൂള് പൂട്ടിയോട്ട് നമുക്ക് വ്യൂസിന് വേണ്ടി കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നത്. എടാ ഷെയ്ക്കേ, നീ ഇന്നലെ എന്താ പറഞ്ഞത്? ഇല്ല എടാ അണ്ണ പേരെടുത്ത് അതിലേക്ക് പറയണ്ട പറയണ്ട വിടറ പോട്ടറ. ഇതെന്താന്ന് അറിയോടാ, ഇത് ശരിക്കും ഇതാണ് അറ്റൻഷൻ സീക്കിങ്. ഇവര് അല്ലല്ല ഞാൻ പറയട്ടെ, കെ വി എൽ ആൾക്കാർക്ക് ഇപ്പം അവർക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന വാച്ചിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. കെ വി എൽ ആരെങ്കിലും ഒരാള് ഇവരെ അവരാധിച്ച ഇവന്മാര് പറഞ്ഞു വരുത്തുന്നെന്ന് പറഞ്ഞാൽ ഫെയിം ഫാമിംഗ് ആണെന്ന്. അപ്പം ഇവന്മാരെക്കാളും വ്യൂസ് ഉള്ള നമ്മളെ ഇവന്മാരെ അവരാധിക്കുമ്പോൾ നമ്മളത് പറയണ്ടേ? നീയൊക്കെയല്ലേ റിയൽ ഫെയിം ഫാമേഴ്സ്, അച്ചിപ്പട്ടികളെ. അപ്പൊ കെ വി എ മാത്രം നിനക്ക് പറയാം. കെ വി എൽ ഒരുത്തിന് ഒരു ലൈവ് ഇട്ട് എന്തെങ്കിലും ചെയ്താൽ നിനക്ക് അപ്പം മറ്റേ ഫെയിം ഫാമിംഗ് ആവും. നമ്മളെ സിറ്റിയിലുള്ള നമ്മുടെ കാര്യങ്ങൾക്ക് അത് വന്ന് തലയിട്ടിട്ട് നീയൊക്കെയാണ് ഏറ്റവും വലിയ അയൽക്കൂട്ടം. മനസ്സിലായ? പറയാതിരിക്കാൻ വയ്യ. അണ്ണാ ശരിയായ മാന്യനാണ്. നമ്മളായിട്ടുള്ള എല്ലാം ബോംബ് അവന്റെ തന്ത മറ്റേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ആക്ഷൻ ബോംബ് അവന്റെ അണ്ടി ഇരിപ്പുണ്ട്. അവൻ അതുകൊണ്ട് വെച്ച് പൊട്ടിക്കുമെന്ന്. ഒരു ഇമോജി ഇട്. അല്ലല്ല, പിന്നെ വേറൊരു കാര്യം കൂടെ പിന്നെ വേറൊരു ഭീഷണിയുണ്ട്. ആരോ എന്തോ വന്നു കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് മൂക്കി കയറ്റി കളയുമെന്ന്. ഒരു പുണ്ടച്ചിയുടെയും ചെലവിനല്ല ഞാനിവിടെ സ്ട്രീം ചെയ്യുന്നതും ഞാനിവിടെ ചെയ്യുന്നതും. ഗെയിമിനകത്ത് നിന്റെയൊക്കെ വന്ന് അവിടെ ഇരുന്ന് മെസ്സ് അടിക്കത്തേ ഉള്ളൂ. എന്റെ അടുത്ത് ഉണ്ടാക്കിക്കൊണ്ട് വരണ്ട. നിന്റെ ഇനി ആര് വന്നാലും എനിക്കൊരു പേടിയില്ലാവൻ വന്ന് പറഞ്ഞാൽ എനിക്കൊരു പറയില്ല. അതും കൂടെ ഒന്ന് മനസ്സിൽ വിചാരിച്ചു വെക്കണേ. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പേടിയുണ്ടെന്ന് വിശ്വസിച്ചു പോകും ചില ആൾക്കാർ. എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. മൈരന്റെ PC ഉണ്ടായിരുന്ന ഞാൻ ഇന്ന് ലൈവ് ഇട്ടേനെ. അത് കറക്റ്റ് സമയത്ത് ആ സാമാനം അടിച്ചും പോയി. എനിക്ക് ഇന്ന് ലൈവ് ഇടാനും പറ്റിയില്ല. ടോക്സിസിറ്റി എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. കുറച്ച് ദിവസമായിട്ട് അവൻ വന്നു കഴിഞ്ഞാൽ നിന്നെ തീർക്കും. അവൻ വന്നു കഴിഞ്ഞാൽ നീ തീർന്നു. അവൻ തീർക്കൂടാ നിന്നെ. അമേരിക്ക വാർണിയുണ്ട് ബ്രോയെ, ഉണക്കല്ലേ എന്ന്. എന്താടാ വാസ്കോ? നീ ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കണടാ. ഓ എന്തിനാ കാര്യം എന്തിനാണെന്ന് അറിഞ്ഞൂടാ. അത് സ്ഥിരീകരിച്ചാണ് നമ്മളെ നിലവരെ തരാം. ഇല്ലല്ലോ, കുഴപ്പമില്ല. സ്റ്റാൻഡേർഡ് ഇട്ട് കളിക്കത്തില്ല. നിന്റെ ഡാഡിക്ക് പേരിടാൻ വേണ്ടി നമ്മൾ 2 പേര് കണ്ടുപിടിച്ചിട്ടുണ്ടേ. ഞാൻ കാര്യം ചോദിക്കട്ടെ, അത്ര ഈ 9 10 നീ എടുത്തേക്കുന്ന വില്ലയാണോ? ചേട്ടാ ഒരു കേക്കോ. ഹലോ, ഒരു മിനിറ്റ്. ഞാൻ ഇതൊക്കെ എന്ത് പറയാനാ? അല്ലല്ല, ഞാൻ വേറെ പറഞ്ഞ ജോക്കി. ഇതൊരു ഇമാജിനറി കഥയാണ്. ഞാൻ നോക്കുമ്പോ ഞാൻ ഒരാളോട് ഫോണിൽ സംസാരിക്കുവാണ്. നിങ്ങൾ സൂക്ഷിച്ച് കേൾക്കണേ. ഇറ്റ്സ് ആൻ ഇമാജിനറി സ്റ്റോറി. അപ്പൊ ഞാനിങ്ങനെ ഒരാളുടെ അടുത്ത് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചപ്പോ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വന്ന സമയത്ത് ഏതോ ഒരു റാൻഡം ഒരു ഗെയിമറിന് ഒരു PC വാങ്ങിച്ചു കൊടുക്കുന്നതിനെ പറ്റി ഇങ്ങനെ നമ്മൾ സംസാരിച്ച കാര്യത്തെ പറ്റി ഒരാൾ എന്നോട് ചോദിക്കുക. അവന് PC മേടിച്ചു കൊടുക്കുന്ന കാര്യം. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, അത് നിങ്ങൾ ആലോചിച്ചിട്ട് അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഡിസിഷൻ, നിങ്ങൾ ആലോചിച്ചിട്ട് എന്തുവാന്ന് വെച്ചാൽ ചെയ്യും എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ അടുത്ത് പെട്ടെന്ന് ആ ഒരു പെർട്ടിക്കുലർ ആള് മറ്റേ ആളെ പറ്റി എന്നോട് പറയുവാണേ, നമുക്ക് ഇത് ഓൾറെഡി ബാഡ് അടിച്ചതാണ്. പലവട്ടം നമ്മളിങ്ങനെ ആലോചിച്ച് നമുക്ക് ഇങ്ങനെ ഇത് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡിസിഷൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക എന്നിങ്ങനെ ആളിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ, ആരെ പറ്റിയാണോ കുറ്റം പറഞ്ഞത് അയാളെ VC വിളിച്ചോണ്ടിരുന്നിട്ട് നിനക്ക് പറയടാ. എനിക്ക് മനസ്സിലായി. ഇങ്ങനത്തെ കുറെ ഇമാജിനറി സ്റ്റോറീസ് ഉണ്ട്. ചന്ദ്രനൊന്നും പറഞ്ഞൂടാ.
പഠിച്ചെടുത്തോളാം വന്നിട്ടെല്ലാം പഠിച്ചെടുത്തോളാം. ഇത് പുതിയൊരു യൂണിവേഴ്സാണ്. ചന്ദ്രനെ യൂണിവേഴ്സിൽ ഒഴിവാക്കിട്ടോ അവര് ചന്ദ്രു ഇല്ല. വേറെ ആരോട് പറയടാ, വേറെ കാര്യം പറയട്ടാ. ഇപ്പൊ പുതിയ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് അറിയോ? എടാ ബാക്കിയുള്ളൊരു ഊമ്പന്മാരാടാ, ചന്ദ്രൻ പാവടാ, ചന്ദ്രൻ നൈസാണ്. ചന്ദ്രൻ നൈസാണ്. ചന്ദ്രൻ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ചന്ദ്രൻ ഇതിലൊന്നും വന്നത് പോലും ഇല്ല. ചന്ദ്രൻ നൈസാണ്. അപ്പൊ എന്താ വെളിയിലുള്ളവരുണ്ടല്ലോ, വെളിയിലുള്ളവന്മാര് വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ അവര് തമ്മിലൊരു ഇന്റേണൽ ഈഗോ വരും, ചന്ദ്രൻ നൈസ് വാസു ഊമ്പൻ എന്നൊരു സാധനം വരും. ഇത് ക്ലാസ്സിലേക്ക് ഇവിടെ ഒരു കുറച്ച് ദിവസമായിട്ട് ചന്ദ്രന്റെ ക്ലിപ്പൊക്കെ എടുത്തിട്ട് എന്ത് ക്വാളിറ്റി RP ആണെന്ന് കഴിഞ്ഞ ദിവസം പോലും അഡ്മിനെ തള്ളക്കി വിളിച്ച് പെർമനന്റ് ബാൻ കിട്ടിയവനാണ് ക്വാളിറ്റി RP എന്ന് പറ്റിയ. വീട്ടിലായി പോയി ഈളെ എന്നെ പറ്റി അപമാനിച്ചിട്ട് പറയാനല്ല ഇരിക്കുന്നത്. ഞാൻ എന്തൊരു PR വർക്കാണ് ചന്ദ്രൻ, PR വർക്കാണ്. ഡബ്ല്യൂ ഇടറേ, ചാറ്റിലെല്ലാരും ഡബ്ല്യൂ. ഇപ്പോഴും ചോദിക്കണ എന്താ സംഭവം എന്നാ. ചേർന്നില്ലടാ. അടിയുണ്ടാക്കലേ നിനക്കൊന്നും വയ്യടാ. ചേട്ടനാണ് ഇപ്പൊ ഏറ്റവും വലിയ വള്ളിതാർ എല്ലാരും പറയുന്നത്. ചേട്ടനാണ് ഇപ്പൊ പ്രശ്നം ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈകളുടെ പേരും പറയില്ല, ചേട്ടന്റെ പേരാണ് എല്ലാരും പറയണേ. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയതും കൂടെ പറ. ചേട്ടാ ഇത് നമ്മൾ അറിയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ചേട്ടനെ നമ്മൾ 2-3 പ്രാവശ്യം പല VC-കളായിട്ട് ഇങ്ങനെ കണ്ടു. ഇറ്റ്സ് ഓക്കെ നമുക്കത് പിന്നെ സംസാരിക്കാം ലൈവ് കഴിഞ്ഞിട്ട്. പല VC-കളായിട്ട് ചേട്ടനെ നമ്മൾ അർദ്ധരാത്രി കണ്ടായിരുന്നു. മോന്തെ അടിച്ചിരിക്കണോ? എടാ അത് ഈകളെ അവര് പറയട്ടാ, നമുക്കത് നോക്കിയിട്ട് എന്താ വെച്ചാൽ സംസാരിക്കാം. നമുക്കിനി അങ്ങനെ കൺസേൺ ഇല്ല അളിയ, പണ്ടേ ഇല്ല ഈ കൺസേൺ. ഈ അപ്പികൾ എന്ത് വേണേ പറഞ്ഞോട്ടെ, നമുക്കൊരു പ്രശ്നവും ഇല്ല അളിയ. ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങള് ഇതിനകത്ത് ഒരാളുടെ അടുത്ത് സംസാരിച്ചിട്ട്, അതായത് ഞാൻ പറയാം, എക്സാമ്പിൾ പറയാം, മാക്കിനെ വിളിച്ച് സംസാരിച്ചായിരുന്നു. മാക്കിന്റെ അടുത്ത് മാക്ക് ഇന്നലെയും കൂടെ എന്റെ അടുത്ത് സംസാരിച്ചപ്പോ മാക്ക് പറഞ്ഞ് നിങ്ങൾ നമ്മുടെ സൈഡിൽ നിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല, നമ്മൾ വാർ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് മാക്കിനെ വിളിച്ച് സംസാരിച്ച് നമ്മുടെ സൈഡിൽ നിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല, സിറ്റുവേഷൻ വരുമ്പോൾ സിറ്റുവേഷൻ ആയിട്ട് പോട്ടെ എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കിനാണ് പുതിയത് ബോംബും അണ്ടിയും ഇതുകൊണ്ട് വന്നത്. നമുക്ക് പറയാനുണ്ടായിരുന്ന കാര്യം ഇത് തന്നെയാണ്, CK-മാരുടെ കാര്യം. അത് ജോക്കി അന്നേരമാണ് ജോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് നീറ്റായിട്ടാണ് അത് പ്രസന്റ് ചെയ്തതെന്ന് ജോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെ പറയുവാണേ, എടാ ഞാൻ ഇച്ചിരി ട്രിഗേർഡ് ആയിട്ടിരുന്നപ്പം ഞാൻ ഇവന്മാരോട് അറിയാതെ ചോദിച്ചു പോയി, ഇവന്മാരുടെ ഒന്നും കിട്ടാനില്ലേ, ഇവന്മാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കാനും ബ്ലാക്ക് മെയിൽ ചെയ്യാനും ഇവനെ ഒന്നും ഗെയിമിന്റെ അകത്തുള്ള കാര്യങ്ങൾ പുറത്തുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കണം, പുറത്തുള്ള കാര്യമാണ് ഇത് കേട്ടോണ്ട് 18-19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തൻ ക്യാഷും കൊണ്ട് എന്റെ പേഴ്സണൽ ക്യാമറാമാൻ്റെ അടുത്ത് ചെല്ലുക. അതായത് എന്റെ G-Live-ന്റെ എന്റെ പാട്ട് പാടാൻ പോകുന്നിടത്ത് അവൻ എന്റെ കൂടെ വരുന്നവനായതുകൊണ്ട് ഞാൻ ഇനി ഷോ കഴിഞ്ഞിട്ട് മറ്റേ ലോഡ്ജിൽ റൂം എടുക്കുന്നുണ്ടോ, ആരുടെയും കൂടെ പോകുന്നുണ്ടോ എന്ന് അറിയാൻ അവനെ വിളിപ്പിച്ച് ചോദിക്കുക, എടാ എന്തെങ്കിലും അറിയാവോടാ, നിനക്ക് ഇച്ചിരി കാശ് തരാടാ, എന്താ കാശ് ജോക്കി. ഇതാണ് സംഭവിച്ചത്, ഇതാണ് എന്നിട്ട് ജോക്കി 2 വട്ടം അവനോട് പെണ്ണ് കേസ് എടുത്തു പറഞ്ഞ്, മനസ്സിലായ, പെണ്ണ് കേസ് എടുത്തു പറഞ്ഞ്. ഇത് എന്നിട്ട് ഇവന്മാര് നേരെ വന്ന് പുള്ളി നേരെ ലൈവിനകത്തിരുന്ന് ഒരു കുറ്റസമ്മതം പോലെ പറഞ്ഞ്. അന്നേരം അതിനിപ്പോ എന്താന്ന് ചോദിക്കുന്നത്? ഇന്നലെ RP കണ്ട ആൾക്കാർക്ക് ഒരു പ്രശ്നം ഇല്ലായിരിക്കും, പക്ഷെ ഇത്രയും നാള് നമ്മള് ഒരു കളിച്ചോണ്ടിരിക്കുന്ന ഗെയിമിന്റെ പേരിൽ വെളിയിലത്തെ സാധനം എടുത്തു വെച്ച് ഡ്രാഗ് ചെയ്തത് പുള്ളി ഭയങ്കര സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ട് പോയി. ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാസമായിട്ട് പോയി. അത് കണ്ട് കൈയടിക്കാനും കുറെ ആൾക്കാര്. ഇവന്മാരുടെ അത്രയും ഫ്രസ്ട്രേഷൻ എന്തായാലും അവരുടെ ശവരം ചെയ്തിട്ട് വല്ല എനിക്ക് അവനറിയാം. മറ്റേ ഇതിലുള്ളല്ലേ അവന്റെ ഒരു ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നല്ലേ. അത് അത്രയും കഴപ്പ് കാണിച്ചവന് 15 ദിവസം, മനസ്സിലായോ? ഇല്ലില്ല, ഞാൻ പറയട്ടെ, എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിനക്ക് ഇപ്പഴും ലോജിക്ക് മനസ്സിലായില്ല. അവനെ പുറത്താക്കി അവ അടുത്ത ദിവസം വന്ന് പിന്നല്ലാണ്ട് മനസ്സിലായോ? ഭയങ്കര കാമാൻ കോയറ്റായിട്ട് പ്രസന്റ് ചെയ്ത് കേട്ടാ, ഭയങ്കര കാമാൻ കോയറ്റായിട്ട് ദിവസം നിനക്ക് ഞാൻ ഒരു ചെറിയൊരു സസ്പെൻഷൻ തരാം, അത് കഴിഞ്ഞ് നീ കേറിക്കോടാ, ഇതൊക്കെ ചൂടൊക്കെ എന്നുള്ള രീതിയില്. ഇമാതിരി അവന്മാരൊക്കെയാണ് നമ്മളെ മറ്റേ ഇത് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇതാണ് സത്യം പറഞ്ഞ, ഇതാണ് ഞാൻ ഈ POV നമ്മുടെ ഉണ്ടായിരുന്നത്. ഈ POV-യുടെ കാര്യം പറയുമ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. ആ ക്ലിപ്പിനകത്ത് പുള്ളി പറയുന്നുണ്ട്, ഈ ഞങ്ങളൊരു വേറൊരു ക്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോഴാണ് ഇതിനെ പറ്റി പറയുന്നത്. ഈ വേറെ ക്ലിപ്പ് എന്താന്ന് വെച്ചാൽ,
ആ ക്ലിപ്പ് എൻ്റെ അല്ലായിരുന്നു, KVA മെമ്പേഴ്സിന്റെ കയ്യിലാണ് ഈ ക്ലിപ്പ് ഉണ്ടായിരുന്നത്. KVA മെമ്പേഴ്സിന്റെ കയ്യിൽ അതിപ്പോ എൻ്റെ ഉണ്ട്. എനിക്ക് സുമതി അമ്മ ആ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നായിരുന്നു, എൻ്റെ ഇരിപ്പുണ്ട് അത്. അപ്പോൾ എനിക്ക് ഈ ക്ലിപ്പ് ഒന്നും എടുത്ത് വെച്ച് കാണിക്കേണ്ട, അതൊക്കെ അവരുടെ ഇൻസൈഡ് ഇതിലെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞത് നമ്മളെ ബാധിക്കുന്ന OC കാര്യമാണ് ഞാൻ എടുത്ത് വെളി വെച്ച് കാണിച്ചത്. പിന്നെ ഞാൻ സംസാരിക്കേണ്ട ആൾക്കാരെ ഞാൻ വിളിച്ച് ഓൾറെഡി അന്ന് സംസാരിച്ചായിരുന്നു. സോറി പറയാനേ പറ്റത്തുള്ളൂ, കുനിഞ്ഞു നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇവൻ പറഞ്ഞല്ലോ ട്രിഗേർഡ് പോയിന്റിൽ അവൻ ചെയ്തോ അല്ലെങ്കിൽ OC പറഞ്ഞു പോയതാണ്, അതുപോലെ ട്രിഗർ പോയിന്റിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഞാനൊരു കാര്യം എന്റെ വായിൽ നിന്ന് വീണെന്ന് പറഞ്ഞ് ഇവന്റെയൊക്കെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കാൻ അവനെ വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് വന്ന് നിർത്തിയാൽ മതി. ഒരുത്തരം പേടിയില്ല എനിക്ക്, മനസ്സിലായ? എനിക്ക് ഒരുത്തരം പേടിയില്ല. എനിക്ക് ഇനി ഏതവനാണല്ലോ, ഇനി ദേവൻ തമ്പുരാനെ നീ കൊണ്ടുവന്ന് നിർത്തിയാൽ പോലും എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. അതൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി, എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഇല്ല. നിന്റെ ആരെങ്കിലും വന്നാൽ എന്നെ അങ്ങ് പണിക്കളയും, എന്നെ അങ്ങ് ഇതാക്കി കളയും, അങ്ങനത്തെ ഇല്ല. എനിക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നിയ കാര്യത്തിൽ ഞാൻ സോറി പറഞ്ഞു നിർത്തി. അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് ഇനി ആരുടെ മുമ്പിൽ പോയി കുനിഞ്ഞു വയ്ക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. അതിനി ഏതവൻ വന്ന് പറഞ്ഞാലും അത് തിരിച്ചു പറയാൻ എന്റെ വായിൽ നാക്കുകൊണ്ട് ഇതുകൊണ്ട്, മനസ്സിലായ? അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗൈസ് ഇതുവരെ നടന്നത്. അപ്പൊ ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് വേറെ അപരാധിക്കാനും സംസാരിക്കാനും ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഇന്ന് വന്ന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ലൈവ് ഇടാമെന്നുള്ള രീതിയിൽ ഇരുന്നതാണ്. അപ്പോഴാണ് ഈ PC-ക്ക് ഇത് പറ്റിയത്. അതുകൊണ്ട് പിന്നെ എന്റെ ഇൻബോക്സിലോട്ട് മറ്റേ അവൻ വരും, അവൻ വന്നു കഴിഞ്ഞാൽ നിന്നെ തീർക്കും. അല്ല, പുള്ളി ലൈവിൽ ഇരുന്ന് പറഞ്ഞ എന്റെ വീട്ടില് സ്വിച്ചിലുമ്പോ ഫാൻ കറങ്ങൂലേ, അല്ല എന്റെ അടുക്കളയില് ചോറ് വേവൂലേ, എനിക്ക് മാസം വരുന്ന പേയ്മെന്റ്സ് ഒന്നും വരത്തില്ലേ, എന്റെ ബാങ്ക് ബ്ലോക്ക് ആവുമോ, അല്ല എന്റെ വണ്ടി കീടുമ്പോ ഇതാവത്തില്ലേ പുള്ളി വന്ന് ലൈവിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ? ആരെയാടാ പേടിപ്പിക്കുന്നത്? ഏതെങ്കിലും കൊച്ചുമാണങ്ങളെ പോയി പേടിപ്പിക്ക് നീ. ഇതൊക്കെ എന്റെ അടുത്തല്ലേ ഇതൊക്കെ ഇറക്കേണ്ടത്, മനസ്സിലായ? അവന്റെയൊക്കെ ഭീഷണി. സ്പീക്കർമാരത്ത് സംസാരിക്കാൻ പറ്റുമോ? അയ്യോ ചന്ദ്ര ഈ അറിയാ, പറഞ്ഞ എടാ, നാളെ എന്റെ PC ഒന്ന് ഓണാവട്ടെടാ. CK മാരിയുടെ ഒരു 5 തലമുറ ഒരുമിച്ച് കേൾക്കണത് ഞാൻ ഇങ്ങനെ നിനക്ക് കേൾപ്പിച്ചു തരാം. അത് കേട്ടോണ്ട് കോഹ്ലിയുടെ അയ്യോ എന്റെ പ്ലെയറിനെ ഇങ്ങനെ അല്ല വാസവണ്ണ ആ POV തന്നെ ഇല്ല. നമ്മൾ ഫസ്റ്റ് ചോദിക്കുമ്പോ ഈ പറയുന്ന ആളെ സമ്മതിക്കുക പോലും ചെയ്തിട്ടില്ല. ഞാൻ അറിഞ്ഞു പോലും ഇല്ല എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. ഓർമ്മയില്ല, അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. അമ്പി എന്താന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതായത് ആദ്യം ഒരാൾ വന്നേ, ഒരാൾ ആദ്യം വന്നിട്ട് നേരെ ഒന്ന് പറയുക, ഇതെന്താ സംഭവം, അയ്യോ ഇത് അറിഞ്ഞില്ലല്ലോ, വാട്ട്, എന്റെ മെമ്പറോ എന്റെ ഗ്യാങ്ങോ ഇങ്ങനെ ചെയ്തോ, അവനെ ഞാൻ VC വിളിക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പുള്ളിയാ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചാ ശരി ഓക്കെ, അപ്പൊ നമ്മള് പുള്ളിയുടെ അടുത്ത് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഈ പറഞ്ഞ മെമ്പറിനെ കൊണ്ടുവന്ന് ഈ മെമ്പർ ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് ഇതാരാ? ഹലോ അപ്പൊ ഉടനെ ഉണ്ടല്ലോ ഈ പറഞ്ഞ മെമ്പറിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് VC-ലോട്ട് കൊണ്ടുവന്നിട്ട് ഇവൻ അങ്ങോട്ട് വാ തുറന്ന് അത് പിന്നെ ഈഗിൾ ബ്രോ ഇപ്പൊ പന്നെ പഴുകൊറ മോനെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പാട്ടങ്ങ് പാടി അവന്റെ തന്തയ്ക്ക് വരെ അങ്ങ് വിളിച്ചപ്പോഴത്തേക്കിനുണ്ടല്ലോ പുള്ളിക്ക് മനസ്സിലായി ഇത് മര്യാദയ്ക്ക് പോകത്തില്ലെന്ന്. പെട്ടെന്ന് അപ്പോഴത്തേക്കിന് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ എന്റെ ഒരു വിഷമത്തിൽ ഞാൻ പറഞ്ഞുപോയി, ഞാൻ അറിയാതെ, എനിക്ക് അന്നേരം ഞാൻ ട്രിഗേർഡ് ആയിട്ടിരുന്നപ്പോ ഞാൻ അറിയാതെ പറഞ്ഞുപോയി. ഞാനിപ്പോ വന്നതേ ഉള്ളൂ, 2 മാസമായതേ ഉള്ളൂ. 2 മാസമായ നമ്മുടെയൊക്കെ ക്ലിപ്പ് ഇവരുടെ ഉണ്ടെങ്കിൽ ഇത്രയും നാളായിട്ട് ഇവിടെ നിൽക്കുന്ന ഇവരുടെ ഒന്നും ക്ലിപ്പില്ലേ എന്ന് ഞാൻ അറിയാതെ എന്റെ വിഷമത്തിൽ ഒന്ന് പറഞ്ഞു പോയപ്പോ ചിലപ്പോ അത് കേട്ടിട്ടായിരിക്കാം അവനത് ചെയ്തു പോയത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല അവനോട് അങ്ങനെ ചെയ്യാൻ. എടാ അതുവരെ ഒന്ന് സമ്മതിക്കാതിരുന്ന ആളാണ്. അപ്പൊ പെട്ടെന്ന് ഉടനെ ഇത് സമ്മതിച്ചിട്ട് നേരെ ഇതാക്കി പോയി. എടാ ഇതൊക്കെ ഇവന്മാരൊക്കെ കേൾക്കുന്ന ബുദ്ധി ഇല്ലാത്ത 2 മാസം മുമ്പ് RP എന്താണെന്ന് മനസ്സിലാക്കണ അവന്മാരുടെ പ്രശ്നമാ ബ്രോ. ഇതൊക്കെ ഔട്ട് ഓഫ് ദി ലീഗ് കളിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെ സിറ്റിക്കകത്ത കാര്യം പറ, സിറ്റിക്കകത്ത് നടന്ന റിവലറീസോ റിവെഞ്ചോ എന്ത് വേണേ പറ. അല്ലാതെ അതിന്റെ വെളിയിലോട്ട് നിനക്കൊക്കെ ബാക്കിയുള്ളവന്റെ പെണ്ണ് കേസും വണ്ടി കേസും തപ്പി ഇറങ്ങുന്നത് പക്ക ചീപ്പ് പരിപാടിയാ. പിന്നെ ഫയൽ ഇട്ട് നക്കി അതിനകത്ത് ഇരിക്കുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ പിടിച്ചിട്ട് നക്കി ഇരിക്കണ മറ്റേ ഹെൽ ഫയറിൽ വന്ന വാണങ്ങളുണ്ടല്ലോ അതിനകത്തെ, മനസ്സിലായ? നിന്റെയൊക്കെ പാസ്റ്റ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും നാൾ എന്തേലും പറഞ്ഞോടാ ഞങ്ങൾ എന്തേലും പറഞ്ഞോ നിന്റെയൊക്കെ? എടാ ഒരു റോൾ പ്ലേ ഗെയിമിനകത്ത് ഒരു വെടി വെക്കാൻ വേണ്ടി ഫയൽ ഇട്ട നീയൊക്കെ സ്വന്തം സാമാനം വളച്ചു വെച്ച് ചൂപ്പുന്നല്ലാതെ നിന്നെ കൊണ്ടൊക്കെ എന്തിനേലും കൊള്ളാവോടാ? എടാ അത് പിടിച്ചിട്ട് നീയൊക്കെ ഇനി എത്ര നന്നായി എന്ന് പറഞ്ഞാലും നിന്റെയൊക്കെ പേര് കള്ളൻ എന്നും കള്ളനാടാ. ഫയലിട്ട് കളിച്ചവനെന്നും ഫയലിട്ട് കളിച്ചവൻ തന്നെയാ. അല്ലാതെ നീ ഒന്നും ന്യായീകരിക്കില്ല, കാരണം മെഴുകരുത് നമ്മുടെ അടുത്ത്, മനസ്സിലായ? നമ്മുടെ അടുത്ത് മെഴുകരുത്. നമ്മുടെ അടുത്ത് നിനക്കൊക്കെ ടോക്സിസിറ്റി എന്താണെന്ന് ഞാൻ ഇങ്ങോട്ട് കാണിച്ചു തരാം. ടോക്സിസിറ്റി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം.
അമ്മാരുടെയൊക്കെ അപരാധം നീയൊക്കെ അപരാധിക്കണം. നിന്റെയൊക്കെ അപരാധത്തിന്റെ മോളിൽ ഞാൻ അപരാധിച്ച് കാണിച്ചു തരാം. നിന്റെയൊക്കെ ഭീഷണി അവരാധിക്കാൻ പോണം, അതും കൂടി ആലോചിക്കാം. അണ്ണ ഇന്നലെ ഇവരെ ഒന്നും പറയണില്ലാന്ന് പറഞ്ഞിട്ട് വിട്ടണ്ണ. ഇന്നലെ രാജണ്ണനെ നമ്മള് ലൈവിൽ പറഞ്ഞടാ ഇനി പിയോ ഇന്നലെ മാക്ക് വിളിച്ച് എന്നോട് പറഞ്ഞതാ ഇനി ഒന്നും പറയൂല, ഇനി ഒന്നും ഇതാക്കൂലെന്ന്, ഇനി ഒന്നും പറയൂല, ഇനി ഒന്നും അപരാധിക്കൂല, ഇനി ഒന്നും ഇതാക്കത്തില്ല എന്ന് പറഞ്ഞ് ഇതാക്കിയതാ. വീണ്ടും വന്നിരുന്ന് മെസ്സേജ് അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് മര്യാദക്ക് കിട്ടിയ തല്ലും കൊണ്ട് പോയാ പോരായിരുന്നോ? ഇവിടെ ഇട്ട് പേടിപ്പിക്കാൻ നോക്കണം. കൊള്ളാല്ലേ? എന്താടാ കണ്ട ഈ ഒരു സ്വയമായിട്ട് കോമാളി ആയിക്കൊണ്ടിരിക്കുക പറയാതിരിക്കാൻ വയ്യ. അത്യാവശ്യം പ്രായം എന്തോല്ലേ? ചുമ്മാടാ ചെറുത്തായിട്ടുണ്ടല്ലോ പ്രായത്തിന് ചോറുടെ കാര്യം എന്തിനാണ്? ഇല്ല പ്രായത്തിന് വെച്ചൊന്നും ഇവിടെ അത് അങ്ങനെ പറയില്ല നബി. ഇത് പുള്ളി ഇപ്പൊ GTA അലിഞ്ചോസ് എന്ന് അറിയുന്നത് ഇപ്പൊ ഷേഖിനെയാ. അല്ല അർപ്പ കമ്പ്യൂട്ടർ അലിഞ്ചോസ് പെരേരയാണ് പുള്ളി. ചെറുത്തായിട്ടോടെ ഇല്ല കേട്ടാ. എടാ കുണ്ണ ഡ്രീമറെ കുണ്ണേ നിനക്കായാലോടാ 10-27 വയസ്സ്. ചാറ്റ് കണക്കുന്നതൊക്കെ നിനക്കൊക്കെ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്റെ ചാറ്റിൽ വരുമ്പോ നാളെ ലൈവ് വരുമ്പോ ചോദിക്കണം. നിന്റെയൊക്കെ സൗകര്യത്തിന് മറുപടി പറയാൻ സൗകര്യങ്ങളാ അച്ചിപ്പട്ടികളെ. നീയൊക്കെ ഏതാ? നീ MRCയിലെ മെമ്പറാണോ? നീ മെമ്പറാണോ? നിന്നെ പറഞ്ഞു ഏൽപ്പിച്ച് വെച്ചിരിക്കണം. നീ വന്നിട്ടേ എന്റെ ചാറ്റിൽ വന്ന് ചോദിക്കാം, അന്നേരം ഞാൻ നിനക്ക് പറയാനുള്ളത് തരാം. എനിക്ക് വേറൊരുത്തന്റെ ചാറ്റിൽ കയറി ഡോമിനേഷൻ കാണിക്കണ്ട. അവന്മാരെ ലൈവ് ചെയ്തോളൂ, അവന്മാർക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാം. നീ എന്റെ അടുത്ത് വന്ന് ചോദിക്കണ്ട. നീ എന്റെ അടുത്ത് വന്ന് ചോദിക്കണമെങ്കിൽ എന്റെ ലൈവ് വാ, അന്നേരം ഞാൻ ലൈവ് വരുമ്പോൾ ചോദിക്കാം. നീ കിക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വാ, അതാവുമ്പോ എനിക്ക് കുറച്ച് ഇതും കിട്ടും, പൈസയും കിട്ടും, എല്ലാം കിട്ടും. നീ അവിടെ വന്നിരുന്ന് കുറച്ച് നേരം നിന്റെ ഇഷ്ടമുള്ള ആൾക്കാരെ മറന്നിട്ട് എന്നെ ഇഷ്ടമല്ലാത്ത എന്റെ ലൈവ് ഇരുന്ന് നക്കി കണ്ടോണ്ടിരിക്കും. വാ, നമുക്ക് അവിടെ പറയാം. അവന്റെയൊക്കെ തന്തയുടെ ടോക്സിസിറ്റി എന്താണെന്ന് നിന്റെയൊക്കെ കൂടുള്ള അമ്മമാരുടെ ചോദിച്ചാൽ മതി. ഒരുത്തനെ നിക്കറെ കൂടെ എഴയിച്ചില്ലേ താഴെ കൂടെ, അവന്റെ അടുത്ത് ചോദിച്ചാൽ മതി ടോക്സിസിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ. കണ്ണകുത്തി സാധനം ഇട്ട് കൊടുത്തേട്ടാ. ഇത് പേരായി ഇതായി ഇട്ടുകൊടുത്ത്. അല്ല ഞാൻ പറയാം ഈ പേരിടിയിൽ ചടങ്ങ് തുടങ്ങിയത് ഇവന്മാരാ, മനസ്സിലായ? ഇവന്മാരുടെ ഒരു പ്രത്യേക സുഖമാ. കാരണം ഇവന്മാര് ഇങ്ങനെ ഇതാക്കിട്ട്. പിന്നെ വേറൊരു കാര്യമാണ്, ഞാനിപ്പോ ഓൾറെഡി അലീനെ വിളിച്ച് പറയാനിരിക്കുന്ന കാര്യമാണ്. ഒരു RP സിറ്റുവേഷന്റെ പേരില് തന്തയില്ലാത്ത അവൻ ഇന്ന് ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പോയി. MRCയുടെ ക്ലിപ്സ് മാത്രം പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന, അതിനകത്ത് അത്യാവശ്യം 100K പ്ലസ് വ്യൂസ് ഉള്ള MRCയുടെ ക്ലിപ്സ്, GTA POVs എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ടാക്കിയിട്ട് ആ പേജിനകത്ത് ഇരുന്ന് പറയുവാണ് അലീനയുടെ എന്റെ അവിഹിതം വീഡിയോ 1 മണിക്കൂർ ഉള്ള വീഡിയോ എടുത്തു വെച്ച് കാണിക്കുമെന്ന്. തന്തയില്ലാത്തവന്മാർ അത് ഒരു കമന്റിലല്ല ഗൈസ്, ഒരു കമന്റിലല്ല, മൾട്ടിപ്പിൾ കമന്റ്സിനകത്ത്. എന്നിട്ട് ഇൻബോക്സിൽ വന്നിട്ട് കുണയ്ക്കുക. ഞാൻ ഇന്നാ ഇത് കണ്ടത്. സത്യം പറഞ്ഞ ഒരു RP സിറ്റുവേഷന്റെ പേരിൽ ഇമാതിരി തന്തയിലായ്മ വരെ ഇവനൊക്കെ പറയാം, മനസ്സിലായ? ഇവനൊക്കെ എന്ത് പറയാം. എന്നിട്ട് അവൻ ബോംബ് ഉണ്ടെന്നടാ, ബോംബ് നിന്റെ തന്തയുടെ കാലിന്റെ ഇടയിൽ കൊണ്ടുവച്ച് പൊട്ടിക്കുക, എന്റെ അടുത്തല്ല, മനസ്സിലായ? ഈ ഭീഷണിയൊക്കെ ഏതെങ്കിലും ബുദ്ധിയില്ലാത്ത ബ്രെയിൻ ഊരി താഴെ വെച്ചിരിക്കുന്ന പേടിച്ചു തൂറികളുടെ അടുത്ത്, അല്ലാതെ എന്റെ അടുത്ത് വേണ്ട. നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ, ആർക്കാ ഫ്രസ്ട്രേഷൻ ഇതൊക്കെ കാണുമ്പോൾ നല്ലതായിട്ട് മനസ്സിലാവും. പ്രൂഫ് പ്രൂഫ് എല്ലാം ഉണ്ട്. നിന്നെ എടുത്ത് വെച്ച് കാണിക്കണോ? ആ പ്രൂഫ് ഒന്ന് കാണിച്ചു കൊടുത്തടാ, ഒന്ന് കാണിച്ചു കൊടുത്തടാ. അത് ആരെങ്കിലും ഒന്ന് ഡിസ്കോഡിൽ ഒന്ന് ഇതാക്കി കൊടുത്തതാ. ഡിസ്കോഡിൽ ഒന്ന് ഇതാക്കി കൊടുത്തടാ. അതൊക്കെ എന്തൊരു ഊമ്പിത്തരോടാ പറഞ്ഞേ. ഇതൊക്കെ എടുത്ത് നോക്ക്. ഞാൻ വായിച്ചു നോക്കി. ഞാൻ എന്റെ ലൈവ് കാണിച്ച് പറഞ്ഞോളാം. കുറച്ചെങ്കിലും ബുദ്ധിയും ബോധം വേണം മൈരോളെ ഇങ്ങനെ കമന്റ് ഇടുമ്പോ. ഫാമിലിയെ ഡ്രാഗ് ചെയ്യല്ലേ എന്താ ഈഗിൾ ബ്രോ? അയ്യോ ബ്രോ, ഇവർക്ക് മാത്രമാണ് ഫാമിലി. എടാ എനിക്കുണ്ട് ഫാമിലി. ഇവന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ കാണണമെങ്കിലേ നീയൊക്കെ എന്റെ വൈഫിന്റെ വെറുതെ നോർമലി എന്റെ കുഞ്ഞിന്റെ കൂടെ ഉള്ള ഒരു പോസ്റ്റിനകത്ത് കമന്റ്സ് എടുത്ത് നോക്കടാ. നിനക്കൊക്കെ ഫാമിലി അത്രയ്ക്ക് കൺസേൺ ഉണ്ടെങ്കിൽ എന്താ അത്രയ്ക്ക് മോശം. എന്റെ ഫാമിലിയെ പറഞ്ഞോളെ ഞാൻ തിരിച്ച് പറയാതെ വാപത്തിരിക്കാൻ ഞാൻ ഗാന്ധിജി ഒന്നും അല്ല, മനസ്സിലായ? ഞാൻ മിണ്ടാതിരിക്കാൻ ഒരു ചെവിക്ക് അടി കിട്ടുമ്പോൾ ഞാൻ ഇപ്പുറത്തെ കരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി അല്ല. എനിക്ക് എന്റെ കാര്യം പറയണം. എന്റെ അടുത്ത് വന്ന് അവരാധിക്കുന്നത് അപ്പം 1 വയസ്സും 2 മാസമുള്ള പ്രായമുള്ള കുഞ്ഞിനെ പറ്റി വരെ തന്തയില്ലായ്മ വന്ന് കമന്റ് പറയണവന്മാരുണ്ട്. ആ കമന്റ്സ് അവിടെ കിടപ്പുണ്ട്, എടുത്ത് നോക്ക് നീയൊക്കെ. ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, എടുത്ത് നോക്ക്.
എടുത്ത് നോക്കിയിട്ട് പറ അവന്മാർക്ക് മാത്രമാണോ ഫാമിലി. ഇങ്ങോട്ട് എന്റെ ഫാമിലി ട്രാക്ക് ചെയ്താൽ അങ്ങോട്ടും വിളിക്കും. എന്നിട്ട് മറ്റേ നന്മമരം കളിക്കുന്നു കമ്മ്യൂണിറ്റിയിൽ എന്ത് പറയത് ഇവനൊക്കെ. ഇവൻ എന്ത് പറയാ ഏത് കമ്മ്യൂണിറ്റി അല്ല ഏത് കമ്മ്യൂണിറ്റി അതാണ് ചോദിക്കണേ. ഏത് കമ്മ്യൂണിറ്റിയാ? ഇവിടെ എല്ലാരും ഇൻഡിവിജ്വൽ സ്ട്രീമേഴ്സാ. എന്റെ അഭിപ്രായത്തില് ഇവിടെ ഒരു ഇത് നടക്കാറില്ല. അതായത് ഗെയിമിംഗ് മീറ്റോ അങ്ങനത്തെ പരിപാടികളോ ഒന്നും നടക്കുന്നില്ല. എന്ത് കമ്മ്യൂണിറ്റി എന്നാ പറയണേ? ഇവിടെ ഓരോരുത്തരും വന്ന് ഇൻഡിവിജ്വലി ഫേമസ് ആയതിനു ശേഷമാണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി സാധനമൊക്കെ ഉണ്ടായത്. എല്ലാവരുടെ സ്വന്തം കഴിവിൽ തന്നെ ഓരോരുത്തരും കയറി വന്നോണ്ടിരിക്കുന്നത്. എന്ത് കമ്മ്യൂണിറ്റിയിൽ എന്ത് കോൺട്രിബ്യൂഷൻ, കമ്മ്യൂണിറ്റിയിൽ എന്ത് നന്മ വിതറാൻ എന്താ? നിന്റെ പേര് നന്മേഷ് എന്നാണോ റിയൽ നെയിം? നീ അങ്ങ് നന്മ വാരി എറിയാ നീ എന്തോ വലിയ സംഭവമാണെന്ന്. എന്നിട്ട് ബാക്കിയുള്ളവരെ നിന്നെ പോലെ ഒരു A-ക്ലാസ് അമ്പിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അണ്ണ പറഞ്ഞ മറ്റേ GTA POV ഇല്ലേ, അവൻ ഈ ചാറ്റിലുണ്ട് കേട്ടോ. അവൻ എന്തോ കമന്റ് വിട്ടായിരുന്നു. പക്ഷെ പേരൊക്കെ മാറ്റിയാന്ന് കമന്റ് ഇട്ട. പക്ഷെ പാവത്തിന് മറന്നുപോയി. ചാനൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്നു. തൊണ്ണാമണിയൻ അവൻ ഇവിടെ കമന്റ് ഇട്ട് ഓൾറെഡി നിന്റെ അക്കൗണ്ട് ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? നീ വന്ന് കമന്റ് ഇട്ടപ്പോ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. അത് കിട്ടുകയും ചെയ്തു. ജോക്കി ഒന്നും പറയണ്ട. കമന്റ് ഇടട്ടെ. അവൻ ഒരാഴ്ച കൂടെ മാക്സിമം ഇരുന്ന് കമന്റ് ഇടട്ടെ. എന്താണ് അതാരാ പറഞ്ഞത്? ബൊബ്ബോയ് അത് നമുക്ക് നല്ലത് സിറ്റി കൊടുത്തോണ്ടിരിക്കണം. അതാ നല്ലത്. നമുക്ക് സിറ്റിയിലാണ് നല്ലത്. 3 ദിവസം കൂടുതൽ കഴിയുമ്പോ സെറ്റാ കഴിയട്ടെ ഒന്നും കൂടെ പറക്കിട്ട്. അല്ലല്ല ഞാൻ പറയാലോ. ഞങ്ങൾക്ക് ഇത് അവരാധിക്കാനോ ഞാൻ ഇവന്മാരുടെ അടുത്ത് കഴിച്ച് ഇത്രയും നേരം ഇന്നലെയോ നിങ്ങൾ ഏതെങ്കിലും ദിവസം ഇവന്മാരിങ്ങനെ ബിഹേവ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? നമ്മളാരും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നില്ലായിരുന്നു. നമ്മളിത് വെളിയിൽ മാക്സിമം സംസാരിച്ച് തീർക്കാനാണ് നിന്നത്. അപ്പൊ എന്നോട് പറയുക അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ വന്നിട്ട് ലൈവ് ഇട്ടിട്ട് നമ്മുടെ ഒരാൾ വരും, പിന്നെ ചരിത്രം. അതെന്ത് നമ്മളൊക്കെ ചത്തു പോകും ആരെങ്കിലും വന്ന് ലൈവ് ഇട്ടാ? അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് മറ്റേ അതാണ് ഇതാണ് അണ്ടിയാണ്, നമ്മുടെ കയ്യിൽ ബോംബുണ്ട്, മറ്റേ കണ്ണൂരിൽ നിന്ന് വന്ന സാധനമുണ്ട്, കണ്ണൂരിൽ നിന്ന് എന്തോ വലിയൊരു ബോംബ് വെച്ചിട്ടുണ്ട്, ആ ബോംബ് പൊട്ടിക്കും. ഇങ്ങനത്തെ ഭീഷണിയൊന്നും കേട്ടോണ്ട് നമുക്ക് മറ്റേ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതിന് റിയാക്ട് ചെയ്തില്ലെന്ന് വിചാരിച്ചോ? നിങ്ങൾ പറയണത് ഞാൻ ഇതിന് റിയാക്ട് ചെയ്തില്ലെന്ന് വിചാരിച്ചോ? റിയാക്ട് ചെയ്തില്ലെങ്കിൽ നാളെ എല്ലാ ആണുങ്ങളും പറയാൻ പോണേ എന്താണെന്നറിയോ? ശരിക്കും അവൻ പേടിച്ചു കേട്ടാ. അവനിപ്പോ വാ തുറക്കണില്ല. അവനൊരു പേടിയൊക്കെ വന്ന് അവൻ പേടിച്ച് എന്ന് പറഞ്ഞു വരും. അത് നമ്മുടെ ഓഡിയൻസ് അടക്കം പറയും. എന്താ പറയാത്ത പേടിച്ചിട്ടാണോ എന്തേലും ഉണ്ടോ? എടാ ഞാനൊരു കാര്യം നിന്നോടൊക്കെ പറയാം. ഇനി എന്റെ പേഴ്സണൽ ലൈഫിലെ എന്തെങ്കിലും കാര്യം നീയൊക്കെ വലിച്ചുകൊണ്ട് വന്നാലും എനിക്കൊരു അണ്ടിയില്ല. ഞാൻ ഇപ്പോഴും പറയാം, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നിനക്കൊക്കെ അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ നീയൊക്കെ എടുത്തു വെച്ച് കാണിക്ക്. ഒന്നുകൂടെ ഞാൻ പറയുക, ഞാൻ വെല്ലുവിളിച്ച് പറയുക, നീയൊക്കെ എടുത്തു വെച്ച് കാണിച്ചോ, എന്ത് വേണേ കാണിച്ചോ. ഈകളുടെ എന്തേലും പേഴ്സണൽ കാര്യങ്ങള് അറിയാന്നുള്ള ആള് ഉണ്ടെങ്കിൽ ഞാനാണ്. എത്ര കാശ് വേണം ഓഫർ ചെയ്തോ ഞാൻ തീരുമാനിക്കും. അവനെ തരും. നീ കൊടുത്താലും അളിയാ. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ പേഴ്സണൽ കാര്യങ്ങള്. എടാ ഞാൻ സ്ട്രീമറാണ്. ഞാൻ സ്ട്രീം ചെയ്യുന്ന അല്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുന്നത്. ഞാൻ റിയൽ ലൈഫിൽ പുക വലിക്കുകയോ അല്ലെങ്കിൽ കള്ളു കുടിക്കുകയോ ഇതൊക്കെ ചെയ്യുന്നത് ഇവരെ ബാധിക്കുന്ന കാര്യമാണോ? അങ്ങനെ പറയണേ അളിയാ, അതൊക്കെ ചെറ്റത്തരാ. മനസ്സിലായില്ലേ? വരണ്ട. അത് എന്റെ പേഴ്സണാലിറ്റി. എന്റെ പെണ്ണും പിള്ളയ്ക്കും എന്റെ വീട്ടുകാർക്കും എന്നെ അറിയാവുന്നിടത്തോളം കാലം പിന്നെ ബാക്കി ഏത് പുണ്ടച്ചുവനെ ഞാൻ പേടിക്കണ്ടേ? അല്ല ഞാൻ പിന്നെ ആരെ കൺസേൺ ചെയ്യണ്ടേ? ഇവനൊക്കെ ആരെ പേടിപ്പിക്കണം? ഓസി ഉണ്ട് ഊമ്പ് അതൊക്കെ അവന്റെ കയ്യിൽ വെച്ചാൽ മതി. ബോംബൊക്കെ അവന്റെ കാലിന്റെ ഇട വെച്ച് പൊട്ടിക്ക്. ഓഫ്ലൈനിൽ വന്ന് മറ്റേ വീരവാദം അടിച്ചിട്ട് ഇന്നലെ എന്റെ അടുത്ത് ബോബോയ് മണി ടോക്സ് എന്ന് പറഞ്ഞിട്ട് കേട്ടാ. അതായത് MANI അവനെ മറ്റേ മണി എന്ന് വിളിക്കുന്നതിന് മണി ടോക്സ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതെന്താ ഇങ്ങനെ ഇട്ടത്? ഇത് ഞാൻ കോൾ കഴിഞ്ഞപ്പോഴാണല്ലോ ഇത് കണ്ടത്. ഇതെന്താ ഇങ്ങനെ ഇട്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുള്ളി ഇനി മൊട്ടമണി ചൊറിയണമെങ്കിൽ ഇവനോട് ചോദിക്കാം. ഞാനൊന്ന് ചൊറിഞ്ഞോട്ടെ. ഷാർജ എന്തോ ഷെയ്ക്കോ അളിയാ എനിക്ക് ഒരു സ്ഥലം വരെ പോയിട്ട് മാന്യം കളിക്കണം. ഈ മാന്യം കളി എന്നാണോ ഓളെ ഫീൽ ആയി. ഓക്കെ ശരിയല്ലേ ശരി.